പ്രായമായ മാതാപിതാക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഹൃദയത്തിന് ചെറിയൊരു ബ്ലോക്ക് വന്നാൽ പോലും 1,00,000, 2,00,000, ചിലപ്പോൾ 4,00,000 രൂപ വരെയൊക്കെ ചിലവ് വരാം. ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലേക്ക് ആ തുക കൂടാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്ന് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം വരികയും ലിവർ സംബന്ധമായ പ്രോബ്ലത്തിന് കരൾ മാറ്റിവെക്കാനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. അങ്ങനെ ആൾ തയ്യാറായാൽ പോലും ഈ ഒരു കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ചിലപ്പോൾ 20,00,000, 30,00,000 രൂപയൊക്കെ ചിലവ് വരാം. അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങളും ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വലിയ ഒരു പണം ആ സമയത്ത് വേണ്ടിവരും. ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രായമായ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഉറപ്പായിട്ടും അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. നല്ല വെയ്റ്റ് ട്രെയിനിങ് കൊടുക്കണം, നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൊടുക്കണം, നല്ല ആരോഗ്യശീലം, നടത്തം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം ചെക്ക് ചെയ്ത് അവരുടെ ആരോഗ്യം നോർമലായിട്ട് നിലനിർത്തണം. അതിനോടൊപ്പം ഒരു ആരോഗ്യ ഇൻഷുറൻസും കൂടെ അവർക്ക് വേണം. കാരണം ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അത് മസ്റ്റാണ്. ഇപ്പോൾ UK ആണെങ്കിലും US ആണെങ്കിലും UA പോലുള്ള രാജ്യങ്ങളെല്ലാം ഉറപ്പായിട്ടും ഇൻഷുറൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്ഷനായിട്ട് എടുക്കരുത്. അത് നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു നല്ല കമ്പനിയുടെ ഒരു ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ധാരാളം ആളുകളാണ് എന്നോട് ചോദിക്കുന്നത്, അതായത് ഏത് ഇൻഷുറൻസ് പോളിസി എടുക്കണം, പ്രത്യേകിച്ചും പ്രായമായ ആളുകൾക്ക് ഏത് ഇൻഷുറൻസ് ആണ് വേണ്ടതെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നിയ കുറച്ച് നല്ല കമ്പനികളാണ്. ഓക്കെ, ഇത് തന്നെ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ നോക്കിയിട്ടുള്ള ഒരു ഓർഡർ വെച്ചിട്ട് ഏതാനും കുറച്ച് ഇന്ത്യയിലെ മികച്ച കമ്പനികളുടെ പ്ലാനുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പോളിസിയൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫാമിലിക്കും പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളത് മസ്റ്റാണ്. അത് ഉറപ്പ് വരുത്തണം നിങ്ങൾ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രായമായ ആളുകൾക്ക്, ഫാമിലിക്കോ എല്ലാ കമ്പനികൾക്കും നിങ്ങൾ കമ്പയർ ചെയ്ത് എടുക്കാനായിട്ടും 25% ഡിസ്കൗണ്ടിൽ എടുക്കാനായിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. തെറ്റിപ്പോകാതെ കൃത്യമായിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടതിന് ശേഷം കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇട്ടിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇന്ത്യയിലാണെങ്കിലും നിങ്ങൾ വിദേശത്താണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗം ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് ഇൻഷുറൻസ് ആണ് നല്ലതെന്ന്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്നുള്ളതും പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പ്രീമിയം കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അടയ്ക്കുന്നതും അതേ ഒരു എമൗണ്ട് ആയിരിക്കും. ഇനി ഞാൻ 5 പോളിസികൾ പറയാം. അതിൽ 5ാമത്തെ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പോളിസി ആയിട്ടുള്ളത് നിവാബുപ്പ സീനിയർ ഫസ്റ്റ് പ്ലാറ്റിനം പ്ലാൻ എന്നുള്ളതാണ്. 61 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത് എടുക്കാനായിട്ട് കഴിയും. 5 ലക്ഷം മുതൽ 1 കോടി വരെ കവറേജ് കിട്ടുന്ന നിങ്ങൾക്ക് അത് എടുക്കാനായിട്ട് കഴിയും. ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, പിന്നെ 10% ഇയർലി ബോണസ്, അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ്, പിന്നെ കോ പേയ്മെൻ്റ് ഉണ്ട്. ഒരു 50% കോ പേയ്മെൻ്റ് ഉണ്ട്. അത് 50% കൊടുത്താൽ ബാക്കി പകുതി നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം. അപ്പം മുഴുവൻ കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്ററാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. പിന്നെ പരാതി പറയേണ്ട കാര്യമില്ല. 4ാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ AIG എൽഡർ കെയർ എന്നുള്ള സാധനമാണ്. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടാത്ത ചില ബെനിഫിറ്റുകൾ ഇതിലുണ്ട്. സർജറി കഴിഞ്ഞ് വീട്ടിൽ തന്നെ റിക്കവറി ആവശ്യമുള്ളവർക്ക് വർഷത്തിൽ 7 ദിവസം വരെ ഹോം നേഴ്സിംഗ് സർവീസ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ 10 സൗജന്യ ഫിസിയോതെറാപ്പി സെഷൻസും ഇതിലുണ്ട്. പ്രായമാർക്ക്, സർജറി കഴിഞ്ഞവർക്കും വേണ്ട മെഡിക്കൽ എക്യുപ്മെൻറ്റുകൾക്ക് ഡിസ്കൗണ്ടുകളും അതുപോലെ തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് മാനേജർ സപ്പോർട്ടും ഈ ഒരു പ്ലാനിലുണ്ട്. ഇപ്പോൾ വിദേശത്തിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ ഈ പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 20% കോ പേയ്മെൻറ്റ് ഇതിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പകുതി പൈസ കൂടുതൽ കമ്പനി അടയ്ക്കും, പക്ഷേ 20% നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും നോക്കിയിട്ട് വേണം എടുക്കാൻ. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിൻ്റെ അകത്തുണ്ട്. ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും 10% നോ ക്ലെയിം ബോണസ് കിട്ടുമെന്നുള്ള അഡ്വാൻറ്റേജാണ്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, സർജറി കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ കെയർ, ഫിസിയോതെറാപ്പി അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പ്ലാൻ കവറാകും എന്നുള്ള അഡ്വാൻറ്റേജാണ്. 3ാമത്തത് കെയർ ഇൻഷുറൻസ് സീനിയർ ഹെൽത്ത് അഡ്വാൻറ്റേജ് സിൽവർ പ്ലാൻ എന്നുള്ളതാണ്.
ഇവിടെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രായപരിധി ഇല്ലാതെ ഈ പ്ലാൻ എടുക്കാനായിട്ട് പറ്റും. പ്ലാൻ എടുക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി ഉണ്ട്. ആപ്പ് വഴി അൺലിമിറ്റഡ് കൺസൾട്ടേഷൻ ഫെസിലിറ്റിയും ലഭിക്കും. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് ഒരു 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഇവിടെ 70% താഴെയുള്ളവർക്ക് 50% കോ പേയ്മെൻറ്റും 70 വയസ്സിന് മുകളിലുള്ളവർക്ക് 60% കോ പേയ്മെൻറ്റും ഉണ്ടെന്ന് മറക്കരുത്. പക്ഷേ ബാക്കി പണം നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കാം റെഡിയാണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, 50 മുതൽ 60% നമ്മൾ പ്രായത്തിനനുസരിച്ച് നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ട്. അതുപോലെ ഷെയർഡ് റൂമിൻ്റെ റൂം റെൻറ്റ് മാത്രമാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് കുറഞ്ഞ ചിലവിൽ ഒരു ബേസിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. വലിയ എമൗണ്ട് ഇല്ല. രണ്ടാമത്തെ ഇൻഷുറൻസ് ആദിത്യ ബിർളയുടെ ഒരു ഹെൽത്ത് ആക്റ്റീവ് കെയർ പ്ലാൻ എന്നുള്ളതാണ്. റൂം റെൻറ്റിനൊക്കെ പ്രത്യേകം ലിമിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാനാണ്. ഹോസ്പിറ്റൽ അഡ്മിഷന് 60 ദിവസം മുമ്പുള്ള മെഡിക്കൽ എക്സ്പെൻസും ഡിസ്ചാർജ് കഴിഞ്ഞിട്ടുള്ള ഒരു 90 ദിവസത്തെ പരിശോധനകളും മരുന്നുകളും എല്ലാം പോളിസി ടേംസ് അനുസരിച്ച് ഇവിടെ കവർ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജ് ആണ്. ഇനിയിപ്പോൾ ഒരു എമർജൻസി ഉണ്ടാവുന്നു, അപ്പോൾ ആംബുലൻസ് വേണമെങ്കിലും ആംബുലൻസ് ചാർജ് കവറാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവറേജ് ആണ്. ഇവിടെ ഒരു ഹെൽത്ത് മാനേജർ സർവീസ് ഉണ്ട് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്രീമിയം കുറച്ച് കൂടുതലാണ്, എന്നാലും റൂം റെൻറ്റ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതുപോലെ ആംബുലൻസ്, ഡേ കെയർ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഇൻഷുറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പ്ലാനും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയ ഇൻഷുറൻസ് മണിപ്പാലിൻ്റെ സിഗ്ന പ്രൈം സീനിയർ എലൈറ്റ് പ്ലാൻ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിസി എടുക്കുന്നതിന് മുമ്പ് സാധാരണയായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ഇവിടെ നിർബന്ധമില്ല. 24 മണിക്കൂറിൽ കൂടുതലൊക്കെ ഹോസ്പിറ്റലൈസേഷൻ ആവുമ്പോൾ സിംഗിൾ പ്രൈവറ്റ് AC റൂമോ, ICU, ഡോക്ടർ ഫീ, മെഡിസിൻസ് ഇതിൻ്റെയൊക്കെ കവറേജ് കിട്ടും. പിന്നെ 1 വർഷത്തെ കവറേജ് മുഴുവൻ യൂസ് ആക്കിയാലും 100% അൺലിമിറ്റഡ് റീജിസ്ട്രേഷൻ സൗകര്യം ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ള അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ക്ലെയിം എടുത്താലും ഇല്ലെങ്കിലും ഓരോ വർഷവും 10% വീതം നോ ക്ലെയിം ബോണസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 24 മാസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സാധാരണ ആ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടുതൽ പ്രീമിയം കൊടുക്കുകയാണെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് 90 ദിവസമായിട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതിന് പുറമെ ഇതിനകത്ത് ആയുർവേദം, ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കണ്ടു. അതുപോലെ ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എയർ ആംബുലൻസ്, റോഡ് ആംബുലൻസ്, ഓർഗൻ ഡോണർ എക്സ്പെൻസ് ഇതെല്ലാം ഈ ഒരു കവറേജിലുണ്ട്. ഇപ്പോൾ സീനിയർ സിറ്റിസന് ഒരു ഹയർ കവറേജ് വേണമെങ്കിൽ ഇതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനും ഇങ്ങനെ കുറേ സൗകര്യങ്ങൾ ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ പ്ലാനുകളെയും കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രം പോളിസി എടുക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഫാമിലിക്ക് നിർബന്ധമായിട്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കൾക്ക് അത് നിർബന്ധമാണ്. ഒരിക്കലും അതൊരു അധിക ചിലവായിട്ട് കണക്കാക്കരുത്. എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പണം പോകാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് വളരെ വലിയ എക്സ്പെൻസീവ് ആണ്. ചിലപ്പോൾ 50 ലക്ഷം 60 ലക്ഷം രൂപയ്ക്ക് ചിലവ് വന്നു കഴിഞ്ഞാൽ ശരിക്കും കുടുംബം വിൽക്കേണ്ട സാഹചര്യം പല വീടുകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് വരും. ആ ഒരു ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ, അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കമ്പനി, അതെടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ ആ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചികിത്സാ ചെലവ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാവർക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കരുത്. ക്യാൻസർ പോലുള്ളൊരു അസുഖം പെട്ടെന്ന് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് വലിയ പാടാണ് ആക്ച്വലി പിന്നെ മാനേജ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കുക. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക.